എന്താണ് സ്പിരിച്വൽ ഫ്രീഡം? ഒറ്റവാക്കി പറയുകയാണെങ്കിൽ ഫ്രീഡം ഫ്രം ബോഡി, മൈൻഡ് ആൻഡ് ഈഗോ, അതിനെയാണ് നമ്മൾ സ്പിരിച്വൽ ഫ്രീഡം എന്ന് വിളിക്കുക എന്ന് പറയുന്നത്. സോ ഒരു മൈന്യൂട്ട് ഡീറ്റെയിലേക്ക് പോവുകയാണെങ്കിൽ ഫ്രീഡം ഫ്രം ദ അറ്റാച്ച്മെൻറ്റ് ടു യുവർ ബോഡി, മൈൻഡ് ആൻഡ് ഈഗോ. അറ്റാച്ച്മെൻറ്റ് എന്ന കാര്യമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. സോ നമുക്ക് വിശദമായ ഒരു എക്സ്പ്ലനേഷനിലേക്ക് നമുക്ക് പോകാം. സോ ആദ്യമേ തന്നെ എന്താണ് ഫ്രീഡം ഫ്രം ബോഡി? അതായത് നോർമലി എന്ന് പറയുമ്പോൾ നമ്മളെന്ന് പറയുമ്പം ഞാനെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഞാനെന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരം, അല്ലെങ്കിൽ എൻ്റെ മനസ്സ്, അല്ലെങ്കിൽ ഞാനെന്ന ഒരു പേഴ്സണാലിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ഐഡൻറ്റിഫൈഡ് ആയിട്ടാണ് നമുക്ക് ഐ എന്ന് പറഞ്ഞൊരു ഫീലിംഗ് എന്ന് പറയുന്നത്. അതിൽ ആദ്യത്തെ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയാണ്, അല്ലേ? നമ്മുടെ ബോഡി എന്ന് പറയുന്നത് നമ്മളുമായിട്ട് വർഷങ്ങളോളം നമ്മൾ ജനിച്ചപ്പോൾ തൊട്ട് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിട്ടുള്ളൊരു സംഭവമാണ്. 24 hours നമ്മുടെ കൂടെ ഉള്ളൊരു സംഭവമാണ് നമ്മുടെ ബോഡി, നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. സോ യു ആർ സോ മച്ച് കണക്റ്റഡ് വിത്ത് യുവർ ബോഡി. നമ്മൾ ഒരുപാട് കണക്റ്റഡ് ആണ്, നമ്മൾ ഒരുപാട് ഐഡൻറ്റിഫൈഡ് ആണ്, നമ്മൾ ഒരുപാട് അറ്റാച്ച്ഡ് ആണ് നമ്മുടെ ശരീരം എന്ന് പറയുമ്പോൾ. സോ ഈ ശരീരം എന്നത് ആണോ നമ്മൾ ശരിക്കും ഞാൻ എന്ന ഒരു ഫീൽ എന്ന് പറയുമ്പം ശരിക്കും നമ്മുടെ ശരീരമാണോ? അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് പലപ്പോഴും നമ്മളെ മെഡിറ്റേഷൻ, സ്പിരിച്വാലിറ്റി എന്നതിലേക്കൊക്കെ നമ്മളെ കൊണ്ടുപോകാമെന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ റിയൽ ഐ എന്ന ചോദ്യത്തിൻ്റെ പുറത്താണ് ഒരു സ്പിരിച്വൽ അന്വേഷണം എന്ന് പറയുക എന്ന് പറയുന്നത്. സോ നോർമലി നമുക്ക് ഐ എന്ന് പറയുമ്പം ഇറ്റ്സ് നമ്മുടെ ശരീരം അതിൽ വരുന്നുണ്ട്, നമ്മുടെ മനസ്സ് വരുന്നുണ്ട്, നമ്മുടെ പേഴ്സണാലിറ്റി, ഈഗോയൊക്കെ ഉൾപ്പെടുന്നതാണ് നമ്മുടെ ഒരു ഐ എന്ന് പറഞ്ഞൊരു ഫീലിംഗിന് നമുക്ക് നോർമലി വരിക എന്ന് പറയാം. സോ ഇതൊക്കെ തന്നെയാണോ സത്യം എന്ന രീതിയിലുള്ള അന്വേഷണത്തിൻ്റെ പുറത്താണ് ഒരു സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ മെഡിറ്റേഷനിലോട്ടൊക്കെ ഒരാൾ എൻ്റർ ചെയ്യുക എന്ന് പറയുന്നത്. ഇതിൻ്റെ അപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലും ഉണ്ടോ? ഞാനെന്ന് പറയുമ്പോൾ എൻ്റെ ശരീരം, മനസ്സ്, അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ എന്താണുള്ളത്? എന്താണ് ശരിക്കും ഞാനെന്ന ആ ഒരു കോൺസെപ്റ്റ്? എന്താണ് ഞാനെന്ന ഒരു ഫീൽ, അല്ലെങ്കിൽ ഞാനെന്നൊരു പ്രസൻസ് എന്താണ് എന്നൊരു അന്വേഷണമാണ് മെഡിറ്റേഷൻ ആൻഡ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. സോ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളല്ല എന്നാണ് മെഡിറ്റേഷൻ്റെ ആ ഒരു അൾട്ടിമേറ്റ് എക്സ്പീരിയൻസ് അനുഭവിച്ചവർ, അല്ലെങ്കിൽ സ്പിരിച്വൽ മാസ്റ്റേഴ്സ് ആയിട്ടുള്ളവർ പറഞ്ഞിട്ടുള്ളതെന്ന് പറയുന്നത്. അവരുടെ അനുഭവമാണ് ശരിക്കും ഇതെന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ഐഡൻറ്റിഫൈഡ് ആണ്, നമ്മുടെ ശരീരവുമായി നമ്മൾ ഐഡൻറ്റിഫൈഡ് ആണ്. നമ്മളെ സംബന്ധിച്ചോളം യു ആർ സോ മച്ച് പാർട്ട് ഓഫ് യുവർ ബോഡി. പക്ഷേ ഈ ഒരു നമ്മൾ ഒരുപാട് നമ്മുടെ ശരീരവുമായി ഐഡൻറ്റിഫൈഡ് ആകുമ്പോൾ ഉള്ള കുഴപ്പം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ഡെത്ത് ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് ഫിയർ വരും. നമുക്ക് നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും പറ്റുമോ, അങ്ങനെ ശരീരത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരുപാട് ശരീരവുമായി ഐഡൻറ്റിഫൈഡ് ആകുമ്പം നമ്മുടെ ഫ്രീഡം എന്നൊരു കോൺസെപ്റ്റ്, ഫ്രീഡത്തെക്കുറിച്ച് ബേസ് ചെയ്യാനുള്ള വീഡിയോ ബേസിക്കലി എന്ന് പറയാം. ഫ്രീഡം എന്നത് വളരെയധികം നമ്മൾ ലിമിറ്റഡ് ആകും. കാരണം ഐ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ഫീലിംഗ് ഇറ്റ് ഈസ് സോ മച്ച് കേജ്ഡ് ഇൻസൈഡ് അവർ ബോഡി. ഒരു ശരീരത്തിനുള്ളിൽ മാത്രം നമ്മൾ ഒതുങ്ങിപ്പോകുന്ന പോലെ ആയിപ്പോവും. നമ്മൾ ബോഡിയിൽ ഒരുപാട് ഐഡൻറ്റിഫൈഡ് അല്ലെങ്കിൽ അറ്റാച്ച്ഡ് ആകുമ്പോൾ സംഭവിക്കുക എന്നാണ് നമ്മൾ നോർമലി മെഡിറ്റേഷനിലൊക്കെ സ്പിരിച്വാലിറ്റിയിൽ പറയാമെന്ന് പറയുന്നത്. സോ ഇങ്ങനെയുള്ള സോ വൺസ് യു റിയലൈസ് ദാറ്റ് യു ആർ നോട്ട് യുവർ ബോഡി എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മുടെ ആ ഒരു ഹൗസ് പോലെയാണ് എന്നൊരു കോൺസെപ്റ്റിൽ നമ്മൾ കണ്ണിലേക്ക് വരാനാണ് നമ്മളെ പൊതുവെ സ്പിരിച്വൽ റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ തിയററ്റിക്കൽ മാറ്റേഴ്സൊക്കെ പറയാമെന്ന് പറയുന്നത്. സ്പിരിച്വാലിറ്റി റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ തിയററ്റിക്കലി വായിക്കുമ്പോഴൊക്കെ പറയാമെന്ന് പറയുന്നത് പലരും പല കോൺസെപ്റ്റിലാണ്. അതിലൊരു കോൺസെപ്റ്റാണ് ഇത്, ജസ്റ്റ് ദാറ്റ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ജസ്റ്റ് ലൈക്ക് ദ ഹൗസ് വെയർ യു ലിവ്. നമുക്കൊരു വീടുണ്ടെന്ന് സങ്കല്പിക്കുക. അപ്പം നമ്മൾ ആ വീട്ടിൽ നമ്മൾ ജീവിക്കുമ്പോൾ എങ്ങനെയാണ്? നമ്മുടെ വീടെന്ന് നമ്മുടെ വീടാണെന്ന് നമുക്കറിയാം. പക്ഷേ സ്റ്റിൽ നമ്മളെന്ന് പറയുന്നത് ആ വീടിനുള്ളിൽ താമസിക്കുന്ന നമ്മുടെ ഒരു പ്രൊട്ടക്റ്റീവ് കേവാണ്. നമ്മളെ സംരക്ഷിക്കാനുള്ള ഒരു പ്രൊട്ടക്റ്റീവായിട്ടുള്ള ഒരു സംഭവമാണ്, അല്ലേ? നമ്മുടെ പുറത്തുനിന്നുള്ള ഇതിൽ നിന്നും, അതായത് മഴ, കാറ്റ്, വെയിൽ, അങ്ങനെയുള്ള പലതരം ഇതിൽ നിന്നുള്ള ഒരു സുരക്ഷിതത്വം നൽകി നമ്മളൊരു കംഫർട്ട് സോണിൽ നിർത്താൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ വീട് എന്ന് പറയുന്നത്. ഇറ്റ്സ് ലൈക്ക് എ പ്രൊട്ടക്റ്റീവ് കേവ് ഫോർ അസ്. നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളൊരു സംഭവമാണ്. പക്ഷേ നമ്മൾ ആ ഒരു വീടുമായിട്ട് നമ്മൾ ഒരുപാട് ഐഡൻറ്റിഫൈഡ് ആയിട്ട് നമ്മൾ പറയാം ഞാൻ തന്നെയാണ് വീടിൻ്റെ ഭാഗം തന്നെയാണ് ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ആൻ അബ്സേർഡിറ്റിയാണ്. സോ അതേ ഒരു കോൺസെപ്റ്റാണ് നമ്മളിവിടെ നമ്മുടെ ശരീരത്തെ നമ്മൾ സ്പിരിച്വാലിറ്റി കാണുക എന്ന് പറയുന്നത്. സ്പിരിച്വാലിറ്റി പറയുന്നത് വെച്ചാൽ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് ദ ഹൗസ് വെയർ യു ലീവ്, വെയർ യുവർ സോൾ ലീവ്സ്, അല്ലെങ്കിൽ ഞാൻ എന്ന ഒരു ഫീലിംഗ് ലീവ് ചെയ്യുന്ന ഒരു ടെമ്പിളാണ്. ഇറ്റ്സ് ലൈക്ക് എ ഹൗസ് ഒരു ടെമ്പിൾ വെയർ യു ദ റിയൽ നമ്മുടെ ഒരു സെൽഫ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ബീയിങ് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഹൗസ് പോലെയാണ് നമ്മുടെ ബോഡി എന്ന് പറയുന്നത്. സോ നമുക്ക് ആ ഒരു റിയലൈസേഷനിലേക്ക് വരണം. അതായത് നമ്മുടെ
ശരീരം എന്നത് നമ്മളല്ല, നമുക്ക് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു സംഭവമാണ്, അല്ലെ നമുക്ക് ഈ ഒരു ഭൂമിയിൽ ജീവിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് നമ്മുടെ ശരീരം എന്ന ഒരു റിയലൈസേഷനിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ആ ഒരു അൾട്ടിമേറ്റ് സ്റ്റേറ്റ് ഓഫ് ഫ്രീഡം നമ്മൾ അനുഭവിക്കുക എന്ന് പറയുന്നത്. അതായത് നമുക്ക് ശരീരം മരിക്കുമ്പോഴാണല്ലോ നമുക്ക് നോർമലി ഡെത്ത് എന്ന് പറയുന്നത് എന്താണ്, ഒരാളുടെ ശരീരം കംപ്ലീറ്റ്ലായിട്ട് അയാളുടെ ബോഡി ഡെത്തിലേക്ക് പോകുമ്പോഴാണല്ലോ നമ്മൾ നോർമലി ഡെത്ത് എന്ന് നമ്മൾ പറയാമെന്ന് പറയുന്നത്. ബിക്കോസ് വി ഡോണ്ട് നോ എനി അതർ വേ ടു ഡിഫൈൻ ഡെത്ത്. ഒരു ശരീരം മരിക്കുന്നു, അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് നിൽക്കുന്നു, അങ്ങനെ ശരീരം നിൽക്കുന്നു, ബ്രെത്ത് നിൽക്കുന്നു, ശരീരം മൂവ് ചെയ്യുന്നില്ല, ബോഡി ഡെഡ് ആകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അതിനെ ഡെത്ത് എന്ന് വിളിക്കുന്നു. സോ ഈസ് ദിസ് ദ റിയൽ ഡെത്ത്? ഒരു സ്പിരിച്വൽ എൻക്വയറി അല്ലെങ്കിൽ സ്പിരിച്വൽ സീക്കറിൻ്റെ ഒരു അന്വേഷണം എന്ന് പറയുന്നത് ശരീരം മരിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ ഞാൻ എന്ന ഒരു ഫീലിംഗ്, അതിൻ്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നൊരു അന്വേഷണമാണ് പൊതുവേ സ്പിരിച്വാലിറ്റിയിലേക്ക് ഒരാളെ കൊണ്ടുപോകാമെന്ന് പറയാൻ. സോ ഇതൊക്കെ നമുക്കൊരു റിയലൈസേഷൻ ആയിട്ട് വന്നാൽ മാത്രമേ നമുക്കൊരു എന്താ പറയുന്നത്, ഇത് സത്യമാണോ അല്ലയോ എന്ന്. ഇപ്പോൾ പല സ്പിരിച്വൽ മാസ്റ്റേഴ്സ് ഇത് പറഞ്ഞിട്ടുണ്ട്. വർഷങ്ങളോളം, നമ്മൾ നൂറ്റാണ്ടുകളോളം ആരൊക്കെ സ്പിരിച്വാലിറ്റിയിൽ ടോപ്പായിട്ട് നിൽക്കുന്നുണ്ടോ അവരെല്ലാം ഇതേ സംഭവങ്ങൾ പല രീതിയിൽ അവർ എക്സ്പ്രസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഞാനെന്ന് പറഞ്ഞ ശരീരമല്ല, യു ആർ സംതിങ് ബിയോണ്ട് യുവർ ബോഡി ഈസ് ജസ്റ്റ് എ ഹൗസ് എന്നൊരു കോൺസെപ്റ്റ് പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്കത് റിയാലിറ്റി ആയിട്ടത് ഫീൽ ചെയ്യണം. ഇപ്പോൾ മറ്റുള്ളവരുടെ വാക്ക് വിശ്വസിച്ചിട്ട് നമുക്ക് കാര്യമില്ല, നമുക്കത് അനുഭവമാണ്. ഞാനെന്ന് പറയുന്നത് ശരീരവും മനസ്സിനും അപ്പുറത്തേക്ക് വേറെ എന്തോ ആണ് എന്നൊരു ഫീലിംഗ് നമ്മളിലേക്ക് എത്തിയാൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ നോർമലി. അതർവൈസ് ഇറ്റ് ഈസ് ജസ്റ്റ് എ തിയറിറ്റിക്കൽ കോൺസെപ്റ്റ്. നമുക്ക് ഒരു കഥ പോലെ നമുക്ക് വായിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ സ്പിരിച്വാലിറ്റിയിൽ വാട്ട് മാറ്റേഴ്സ് ഈസ് ദ എക്സിസ്റ്റൻഷ്യൽ എക്സ്പീരിയൻസ്. അതാണ് എക്സ്പീരിയൻസ് ആയിട്ട് നമുക്കത് ഫീൽ ചെയ്യണം. ദാറ്റ് യു ആർ സംതിങ് ബിയോണ്ട് യുവർ ബോഡി. അപ്പോൾ ആ ഒരു അന്വേഷണമാണ് നമ്മളെ സ്പിരിച്വാലിറ്റിയിലേക്ക് നയിക്കുക എന്ന് പറയുന്നത്. പിന്നെ ഫ്രീഡം ഫ്രം ദ മൈൻഡ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫ്രീഡം ഫ്രം ദ മൈൻഡ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ടു മച്ച് അറ്റാച്ച്ഡ് വിത്ത് ദ മൈൻഡാണ്. മൈൻഡിൻ്റെ തോട്ട്സ്, മൈൻഡിൻ്റെ തിങ്കിങ് പ്രോസസ്സ് നോർമലി നമ്മൾ അതുമായിട്ട് ഒരുപാട് കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് നമ്മുടെ മൈൻഡിൽ നെഗറ്റീവ് തോട്ട്സ് വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ മൂഡ്സ് മാറുക, നമ്മളൊരു നെഗറ്റീവ് സ്റ്റേറ്റിലേക്ക് പോവുക, നമ്മളെ ഒരാൾ എന്തെങ്കിലുമൊക്കെ പറയും, ഇൻസൾട്ടൊക്കെ ചെയ്യുമ്പം നമ്മൾ അതനുസരിച്ച് മാറുന്നതിൻ്റെ അവസ്ഥ നമ്മൾക്കും അതൊക്കെ അഫക്റ്റഡ് ആകുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് വി ആർ ടു മച്ച് ഐഡൻറ്റിഫൈഡ് വിത്ത് ദ മാറ്റർ ഇൻ അവർ മൈൻഡിലുള്ള തോട്ട്സും കാര്യങ്ങളുമൊക്കെ ആയിട്ട് ഒരുപാട് നമ്മൾ ഐഡൻറ്റിഫൈഡ് ആണ്. സോ ഈ ഒരു ഐഡൻറ്റിഫിക്കേഷനിൽ നിന്ന് നമ്മളെ മൈൻഡിൻ്റെ ആ ഒരു തോട്ട് പ്രോസസ്സിങ് അല്ലെങ്കിൽ തിങ്കിങ് എന്ന പ്രോസസ്സിൽ നിന്നുമുള്ള ഒരു ഡിസൈഡൻറ്റിഫിക്കേഷനാണ് നമ്മൾ മെഡിറ്റേഷൻ കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുക എന്ന് പറയുന്നത്. അതായത് നമ്മൾ മെഡിറ്റേഷൻ നമ്മൾ നോർമലി ചെയ്യാൻ നേരത്ത് കൂടുതൽ ഡീപ്പാകുന്ന നേരത്ത് നമുക്ക് മൈൻഡും നമ്മൾ തമ്മിലൊരു സെപ്പറേഷൻ ഫീൽ ചെയ്യും. അതായത് യു ഡോണ്ട് ഗെറ്റ് ഐഡൻറ്റിഫൈഡ് വിത്ത് യുവർ തിങ്കിങ് പ്രോസസ്സ്. മൈൻഡിൻ്റെ തിങ്കിങ് പ്രോസസ്സിൽ ഒരു തോട്ട് പ്രോസസ്സിനെയൊക്കെ നമുക്കൊരു ഫിലിം സ്ക്രീനിൽ കാണുന്ന പോലെ, ഒരു ഫിലിം ഇങ്ങനെ പോകുന്നത് പോലെ നമുക്കതിനെ കണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കും. മൈൻഡുമായിട്ട് നമ്മൾ ഒരുപാട് ഐഡൻറ്റിഫൈഡ് ആകുന്നില്ല. അതിലൂടെ നമുക്ക് ഒരു ഫ്രീഡം കിട്ടും, ഫ്രീഡം ഫ്രം ദ മൈൻഡ് നമുക്ക് കിട്ടും. ആ ഒരു ഫ്രീഡം കിട്ടുന്നതിലൂടെയാണ് നമുക്ക് മൈൻഡിനെ ഒരു ബെറ്റർ ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. നോർമലി നമ്മൾ ഒരുപാട് അറ്റാച്ച്ഡ് ആകുമ്പോൾ നമുക്ക് മൈൻഡിൻ്റെ ആ ഒരു ഫുൾ കപ്പാസിറ്റി ഓഫ് കൺട്രോൾ ഒന്നും കിട്ടത്തില്ല, ഒരു ടോട്ടൽ കപ്പാസിറ്റിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കില്ല. മൈൻഡിൽ നിന്നൊരു ഡിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ മൈൻഡിനെ ഒരു ഡിസ്റ്റൻറ്റ് ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് നമുക്ക് കിട്ടുമ്പോഴാണ് നമുക്കതിനെ ഒന്നും കൂടെ ഉപയോഗിക്കാൻ സാധിക്കുക, ഒന്നും കൂടെ പ്രോപ്പറായിട്ട് നമുക്കതിനെ ഉപയോഗിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത്. നോർമലി മൈൻഡ് നമ്മളെ കൺട്രോൾ ചെയ്യുന്ന അവസ്ഥയാണ്, മൈൻഡാണ് നമ്മുടെ മാസ്റ്ററായിട്ട് നമ്മളെ പ്രവർത്തിക്കുക എന്ന് പറയുന്നത്. പക്ഷേ മെഡിറ്റേഷൻ ചെയ്ത് കഴിയുമ്പോൾ മൈൻഡ് നമുക്കൊരു ഇൻസ്ട്രുമെൻ്റ് ആവും, നമ്മൾ മാസ്റ്ററാവും. മാസ്റ്ററി ഓഫ് അവർ മൈൻഡ് കംസ് ത്രൂ മെഡിറ്റേഷൻ എന്നാണ് നമ്മൾ ബേസിക്കലി സ്പിരിച്വാലിറ്റിയിൽ പറയാമെന്ന് പറയുന്നത്. സോ ഫ്രീഡം ഫ്രം ബോഡി, ഫ്രീഡം ഫ്രം മൈൻഡ്. പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ വിട്ടുപോയിരുന്നു ആദ്യം, അതായത് ഫ്രീഡം ഫ്രം ഫീലിങ്സ്, നമ്മുടെ ഫീലിങ്സ്, ഇമോഷൻസ്, അതിൽ നിന്നൊക്കെ നമുക്കൊരു ഫ്രീഡം കൂടെ നമ്മൾ ഈ സ്പിരിച്വൽ ഫ്രീഡം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സ്പിരിച്വാലിറ്റി നമ്മൾ മെയിനായിട്ട് അതായത് നമ്മൾ ഒരുപാട് നമ്മുടെ ഇമോഷൻസ് ആയിട്ട് നമ്മൾ ഒരുപാട് ഐഡൻറ്റിഫൈഡ്. നമുക്ക് ലവ് എന്ന് പറഞ്ഞ ഫീലിംഗ് വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് സെക്സ്വാലിറ്റി വരുന്നു, അല്ലെങ്കിൽ ആങ്കർ വരുന്നു, ഗ്രീഡ് വരുന്നു, അങ്ങനെ എല്ലാ ഇമോഷൻസ് വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഐഡൻറ്റിഫൈഡ് ആവും. നോർമലി നമ്മൾ അങ്ങനെയാണല്ലോ, ദേഷ്യം വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഐഡൻറ്റിഫൈഡ് ആയിട്ട് നമ്മളും ദേഷ്യമായിട്ട് മാറും. പക്ഷേ നമ്മൾ മെഡിറ്റേഷൻ ഒരുപാട് ഡീപ്പായി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഫീലിങ്സുമായിട്ട് ഒരു ഡിസൈഡൻറ്റിഫിക്കേഷൻ, ഫീലിങ്സിനെ നമുക്ക് എന്താ പറയുന്നത്, അതുമായിട്ട് നമ്മളൊരു ഒരു നോൺ അറ്റാച്ച്മെൻറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. സോ അതുപോലെ നമുക്ക് ഫീലിങ്സിൽ നിന്നെല്ലാം ഒരു ഫ്രീഡം കിട്ടുന്നു. അതായത് ഹാപ്പിനെസ് വരുന്നു, സന്തോഷം വരുന്നു, സാഡ്നെസ് വരുന്നു, ലവ് വരുന്നു, ആങ്കർ വരുന്നു, ഹെയ്റ്റ് വരുന്നു, സെക്സ്വാലിറ്റി വരുന്നു. ഇതിനെല്ലാം നമുക്കൊരിങ്ങനെ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഫിലിം സ്ക്രീനിൽ കാണുന്ന പോലെ നമുക്ക് ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ പോകാൻ പറ്റും. നമ്മളൊന്നിലും ഐഡൻറ്റിഫൈഡ് ആകുന്നില്ല. എല്ലാത്തിനും നമ്മളൊരു വാച്ചറായിട്ട്, അല്ലെങ്കിൽ ഒരു മെഡിറ്റേഷനിൽ പറയാമെന്ന് പറഞ്ഞാൽ വിറ്റ്നസ് ആകും, ഒരു സാക്ഷിയായിട്ട് നമ്മളിങ്ങനെ
ഒരു സാക്ഷി ലെവലിൽ സാക്ഷിയായി നമ്മളെല്ലാത്തിനും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, ഒരു വിറ്റ്നസ്സിങ് കോൺഷ്യസ്നെസ് ഡെവലപ്പ് ചെയ്യുക എന്നതാണ് നമ്മൾ മെഡിറ്റേഷനിൽ പറയാമെന്ന് പറയുന്നത്. യു റിമെയിൻ ആസ് എ വിറ്റ്നസ് ആൻഡ് യു ഡോണ്ട് ഗെറ്റ് ഐഡൻറ്റിഫൈഡ് വിത്ത് എനി ഓഫ് ദ തിങ്സ് ദാറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ യുവർ മൈൻഡ്, ബോഡി ആൻഡ് യുവർ ഫീലിംഗ് ലെവൽസ്. ഫീലിങ്സും തോട്ട് പ്രോസസ്സും ഒന്നുമായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈഡ് ആകുന്നില്ല. ആൻഡ് കമ്മിങ് ടു ദ അൾട്ടിമേറ്റ് സ്റ്റേറ്റ് ഓഫ് ഫ്രീഡം, ദാറ്റ് ഈസ് ഫ്രീഡം ഫ്രം ദ ഈഗോ. അത് അതിലേക്ക് എത്തിക്കുക എന്നാണ് നമ്മുടെ മെഡിറ്റേഷൻ്റെ സ്പിരിച്വാലിറ്റിയുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയാമെന്ന് പറയുന്നത്. അതായത് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈഗോ, അതായത് നമുക്ക് ബോഡിയിൽ നിന്നൊരു ഡിസൈഡൻറ്റിഫിക്കേഷൻ കിട്ടി, മൈൻഡിൽ നിന്നും ഡിസൈഡൻറ്റിഫിക്കേഷൻ കിട്ടി, ഫീലിങ്സിൽ നിന്നെല്ലാം നമുക്ക് ഡിസൈഡൻറ്റിഫിക്കേഷൻ കിട്ടി. അങ്ങനെ ലാസ്റ്റ് നമ്മൾ വരുന്നു, അതായത് ഫ്രീഡം ഫ്രം യുവർ ഈഗോ. ഈഗോ എന്ന് പറയുന്നത് എന്താണ് ശരിക്കും? ഈഗോ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ആ ഒരു പ്രോഗ്രാമിംഗ് ആണ്. അതായത് നമ്മൾ ജനിക്കുമ്പോൾ തൊട്ട് നമ്മുടെ സൊസൈറ്റി, നമ്മുടെ കൾച്ചർ, നമ്മുടെ പാരൻസ്, നമ്മുടെ ഫാമിലി എല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ എൻറ്റൈറ്റി ആയിട്ടാണ് നമ്മുടെ ഈഗോ എന്ന് പറയുന്നത്. ഈഗോ ഈസ് നോട്ട് യുവർ റിയൽ സെൽഫ്, ഇറ്റ്സ് ആൻ ആർട്ടിഫിഷ്യൽ സെൽഫാണ്. അതായത് നമ്മൾ ജനിക്കുമ്പോൾ നമുക്കൊരു പേരിട്ട് വിളിക്കുന്നു, നമ്മളെ ഇന്ന രീതിയിൽ കൾട്ടിവേറ്റ് ചെയ്യുന്നു, ഇന്ന റിലീജിയനിലേക്ക് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, നമ്മളെ ഇന്ന ജോബിലേക്ക് നമ്മളെ നയിച്ചു വിടുന്നു. ഇപ്പോൾ നമ്മളൊരു ബിസിനസ് ഫാമിലി ജനിക്കുകയാണെങ്കിൽ ബിസിനസ്സിനനുസരിച്ച് പോകാൻ ശ്രമിക്കുന്നു. അങ്ങനെ പല രീതിയിൽ ഇറ്റ് ഈസ് എ കൾട്ടിവേറ്റഡ് തിങ് ആണ്, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷേ നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സംഭവം നമ്മൾ വർഷങ്ങളോളം നമ്മൾ ട്രെയിൻഡ് ആയി കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഈഗോയാണ് നമ്മുടെ റിയൽ സെൽഫ് എന്നുള്ളൊരു മിസ്കൺസെപ്ഷൻ നമ്മൾ ഉണ്ടാകും. അപ്പോൾ ആ ഒരു മിസ്കൺസെപ്ഷനിൽ നിന്ന് നമ്മളെ ഒരു തിരിച്ചറിവ് കൊണ്ടുവരാനാണ് നമ്മൾ ഈ മെഡിറ്റേഷനൊക്കെ നമ്മൾ ബേസിക്കലി ചെയ്യാമെന്ന് പറയുന്നത്. വെർ യു റിയലൈസ് ദാറ്റ് ഈഗോ ഈസ് നോട്ട് യുവർ ട്രൂ സെൽഫ്. ഈഗോ എന്ന് പറയുമ്പം നമുക്കൊരിക്കലും അത് നമ്മളെപ്പോഴും ഒരു മിസറിയിലേക്ക് നമ്മളെ കൊണ്ടുവരത്തുള്ളൂ. ഒരു ഈഗോ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്കൊരു എക്സ്റ്റസിയോ ബ്ലിസ്സോ ഒന്നും നമുക്ക് നമ്മളിലേക്ക് എത്തിക്കുന്നൊരു സംഭവമല്ല. എപ്പോഴും ഒരു സെപ്പറേഷൻ, ഞാൻ വേറെ, എക്സിസ്റ്റൻസ് വേറെ, ഞാൻ വേറെ, നീ വേറെ. അങ്ങനെ നമുക്കൊരു പ്രപഞ്ചവുമായി, യൂണിവേഴ്സുമായൊരു വൺനെസ്സോ ലൈഫും എക്സിസ്റ്റൻസുമായിട്ടൊരു വൺനെസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമല്ല നമ്മുടെ ഈഗോ എന്ന് പറയാമെന്ന് പറയുന്നത്. സോ ഒരു മെഡിറ്റേഷനിലേക്ക്, സ്പിരിച്വാലിറ്റിയിലേക്ക് എൻ്റർ ചെയ്യുന്ന ആളെന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഒരു എക്സ്റ്റസി ബ്ലിസ്, ജീവിതവുമായി കൂടുതൽ അങ്ങനെ പൊരുത്തപ്പെടാൻ സാധിക്കും, എങ്ങനെ അതിൽ ലെറ്റ് ഗോ ചെയ്ത് അലിഞ്ഞ് നമുക്ക് ജീവിതത്തെ എങ്ങനെ ആസ്വദിക്കാൻ പറ്റും. ഒരു ഒഴുക്കിനനുസരിച്ച് പോകുന്ന പോലെ, ഒരു പുഴ ഒഴുകുന്ന പോലെ ജീവിതത്തോട് ഫൈറ്റ് ചെയ്യാതെ ജീവിതത്തിനോടൊപ്പം എങ്ങനെ ഒരു പൊരുത്തപ്പെട്ട് എങ്ങനെ ജീവിക്കാൻ സാധിക്കും. ഈഗോയിൽ നമ്മൾ ജീവിക്കുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു ഫൈറ്റിംഗ് ഉണ്ട്. ലൈഫുമായിട്ട് ഫൈറ്റ് ചെയ്യണം, വിൽ പവർ വേണം, അംബീഷ്യസ് ആകണം, നമ്മൾ ഒരുപാട് എഫേർട്ട് ഇടണം. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഫോർമുലയാണ് നമ്മൾ ഈഗോയിൽ നമ്മൾ ജീവിക്കുക എന്ന് പറയുന്നത്. സോ ആ ഒരു ഫോർമുല നമ്മൾ മടുക്കുമ്പോൾ, ഒരുപാട് എഫേർട്ട് ഇട്ട് ഫൈറ്റ് ചെയ്തിട്ട് നമുക്ക് കാര്യമില്ല. കാരണം നമ്മളെന്ന് പറയുന്ന ഒരു ചെറിയ ഈഗോയും ഈ ലൈഫ് എന്ന് പറഞ്ഞാൽ വലിയൊരു എക്സിസ്റ്റൻസുമായിട്ട് നമുക്ക് ഫൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ നടക്കുന്ന കാര്യമല്ല. സോ അത് തിരിച്ചറിയുമ്പോഴാണ് ഒരാൾ എങ്ങനെ ഈഗോ ഡ്രോപ്പ് ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്ക് ജീവിതത്തിനോടൊപ്പം ജീവിതവുമായ ഒരു സംയതയിൽ എങ്ങനെ നമുക്ക് പോകാൻ സാധിക്കും. ആ ഒരു തിരിച്ചറിവും ആ ഒരു അന്വേഷണവുമാണ് ഈഗോ ഡ്രോപ്പ് ചെയ്യണം, ഈഗോലെസ്നെസ്സിലേക്ക് നമുക്ക് പോകണം. കാരണം ഈഗോ ഡ്രോപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ലൈഫിൻ്റെ ഒരു ലെറ്റ് ഗോ, ഒരു പുഴയുടെ ഒഴുക്കിനനുസരിച്ച് പോവുക. ഒഴുക്കിനെതിരെ നീന്തുമ്പോൾ ഒരുപാട് എഫേർട്ട് വേണം. ഒഴുക്കിനനുസരിച്ച് പോകുമ്പോൾ അതിൻ്റെ നമ്മൾ ജസ്റ്റ് യു ബി പാർട്ട് ഓഫ് ദ ലൈഫ്, യു ബി പാർട്ട് ഓഫ് ദ എക്സിസ്റ്റൻസ്. ആ ഒരു ഒഴുക്കിലങ്ങ് പോവുക, ഒഴുക്കിൽ ലയിച്ചങ്ങ് പോവുക. അതാണ് അൾട്ടിമേറ്റ് സ്റ്റേറ്റ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്, നമ്മൾ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. വെർ യു ഡ്രോപ്പ് യുവർ ഈഗോ ആൻഡ് യു ബിക്കം ദ പാർട്ട് ഓഫ് ദ ഹോൾ എക്സിസ്റ്റൻസ്. ആ ഒരു ഫ്രീഡം, അതിലൂടെയാണ് നമുക്കൊരു ഫ്രീഡം ലഭിക്കുക എന്ന് പറയുന്നത്. ആ ഒരു സ്റ്റേറ്റിൽ നമ്മൾ എത്തിക്കഴിയുമ്പോൾ നമുക്ക് ഡെത്ത് എന്ന് പറഞ്ഞൊരു ഫിയർ കാണില്ല. കാരണം ഈ സ്പിരിച്വൽ മാസ്റ്റേഴ്സ് എല്ലാവരും പറഞ്ഞിട്ടുള്ളതെന്ന് പറയുന്നത്, വൺസ് യു റിയലൈസ് ദാറ്റ് യു ഡോണ്ട് ഹാവ് ആൻ ഈഗോ, പിന്നെ ഡെത്ത് ഇല്ല എന്ന് പറയുന്നത്. ഡെത്ത് എന്ന് പറഞ്ഞൊരു ഫിക്ഷനാണ്. അത് നമ്മൾ ഈഗോയിൽ ജീവിക്കുമ്പോഴാണ് നമുക്ക് ഡെത്ത് എന്ന് പറയുന്നത് വളരെ ഫിയറായിട്ട് തോന്നുക, മരണഭയമൊക്കെ എപ്പോഴും വരിക എന്ന് പറയുന്നത് ഡെത്തിൽ ജീവിക്കുമ്പോഴാണെന്നാണ് ഇവരൊക്കെ പറഞ്ഞിട്ടുള്ളതെന്ന് പറയാം. So the real freedom, once you come to the ultimate state of freedom, even death becomes a fiction. That life എന്ന് പറയുന്നത് എപ്പോഴും ഒരു സെലിബ്രേഷൻ, ഒരു എക്സ്റ്റാറ്റിക് ആയിട്ട് ഒരു അനന്തതയിൽ നമുക്ക് ഫ്രീഡം അനുഭവിക്കാൻ സാധിക്കണമെങ്കിൽ ആ ഒരു അൾട്ടിമേറ്റ് സ്റ്റേറ്റ് ഓഫ് സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ മെഡിറ്റേഷൻ്റെ ഒരു അൾട്ടിമേറ്റ് പീക്കിലേക്ക് എത്തുക എന്നതാണ് നമുക്ക് വേണ്ട ഒരു ആവശ്യമെന്ന് പറയുന്നത്. സോ ഇതെല്ലാം നമുക്കൊരു എക്സ്പീരിയൻസ് ആയിട്ട് നമ്മൾ അനുഭവിക്കുക എന്നതാണ് നമ്മൾ എപ്പോഴും മെഡിറ്റേഷൻ ആൻഡ് സ്പിരിച്വാലിറ്റിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം എന്ന് പറയുന്നത്. ഒരുപാട് സ്ക്രിപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് തിയറിറ്റിക്കൽ നോളജ് കൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല. വാട്ട് മാറ്റേഴ്സ് യു ഇസ് ദാറ്റ് യു എക്സ്പീരിയൻസ് ദാറ്റ് ഫീലിംഗ് ഓഫ് വൺനെസ് വിത്ത് ദ ഹോൾ. ഞാനെന്നത് ശരീരവും മനസ്സിനും ഈഗോയ്ക്കും അപ്പുറത്തെ ഒരു ഫ്രീഡമാണെന്ന് നമ്മൾ തിരിച്ചറിയുക. എന്താണ് യഥാർത്ഥ നമ്മുടെ എസെൻസ് എന്നൊരു അന്വേഷണമാണ് എപ്പോഴും സ്പിരിച്വാലിറ്റി ആൻഡ് മെഡിറ്റേഷൻ എന്ന് പറയാമെന്ന് പറയുന്നത്.
സോ ഇതിൻ്റെ മെയിൻ ഒരാളെ ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് കൊണ്ടുവരിക എന്ന സംഭവം എന്ന് പറയുന്നത് മെയിനായിട്ട് ആ ഒരു ഫ്രീഡമാണ്. ദ ഐഡിയ ഓഫ് ഫ്രീഡം ഇൻ ലൈഫ്. ഫ്രീഡത്തിൻ്റെ ഒരു അൾട്ടിമേറ്റ് സ്റ്റേറ്റ് അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എപ്പോഴും മെഡിറ്റേഷൻ ആൻഡ് സ്പിരിച്വാലിറ്റിയിലേക്ക് പോവുക എന്ന് പറയുന്നത്. So that's what about I have to say about the concept of spiritual freedom. ഇതിപ്പോൾ ഒരു കോൺസെപ്റ്റാണ്, ഇൻ്റലക്ച്വലി നമ്മൾ ഇപ്പം നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും കാര്യങ്ങൾ. പക്ഷേ വാട്ട് മാറ്റേഴ്സ് ഈസ്, ആസ് ഐ ഓൾവേസ് സെഡ്, what you need is an existential experience in meditation and spirituality. So thank you for watching this video.